ഏത് കേക്ക് നോക്കുന്നേ? ഏതാ നല്ലത്? എന്റെ ബർത്ത്ഡേക്കാ? അല്ല, അവിടെ വന്ന് തിന്നാനും വേണ്ടി അല്ലേ? ഈ പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടാ? ഇല്ല. എന്താ ഇതുവരെ കഴിച്ചിട്ടില്ല? ഇല്ല, ക്രീം ഇല്ലാതെ ഇഷ്ടമല്ല. ക്രീം ഇല്ലാത്ത കേക്ക് ഇഷ്ടമല്ല. നമുക്കെന്നാ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? തുറക്കല്ലേ? സ്മെല് ചെയ്ത് നോക്കി. ടേസ്റ്റ് ഉണ്ടാവോ? കട്ട് ചെയ്ത് അത് കഴിച്ചു നോക്കി ചെയ്. നട്സ് കണ്ട കഴിച്ചു നോക്കി. നട്സ് കിട്ടിയാ? താങ്ക് യു. കഷ്ണം കഴിച്ചോളൂ. എന്തേ? നമ്മളതിൽ ആൽക്കഹോളൊന്നുമില്ല. ആ എന്നാ കേട്ടോ. പ്ലം ശരിക്ക് ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവരൊരു സെലിബ്രേഷനൊക്കെ യൂസ് ചെയ്യുന്നവർ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തിട്ട് അവർ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കേക്കാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വന്ന സമയത്ത് നമ്മളെ കണ്ണൂരുള്ള അവിടെ ഒരു മാമ്പള്ളി ബാപ്പു എന്ന് പറഞ്ഞൊരു ആളിനായിരുന്നു. മൂപ്പർക്ക് എന്ത് ചെയ്തു, അവിടുന്ന് അവരെ ഒരു കേക്ക്, അവരെ പ്ലം കേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു, കൊടുത്തു. എന്നിട്ട് ആ ബാപ്പു എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞവർ ഇതേപോലെ അങ്ങക്കൊരു കേക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ശരിക്കും ബാപ്പു പറഞ്ഞ ആൾ ബേക്കർ തന്നെയാണ്, മറ്റേ ബിസ്ക്കറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർ കൊണ്ടുവന്ന ആ പ്ലം കേക്കില്ല, അതിലോട്ട് നമ്മളെ തനതായിട്ടുള്ള കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, കാടമം, സിനമൺ, അതേപോലെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്തു, നമ്മളെ രീതിക്ക് നമ്മളതായിട്ടുള്ള രീതിയിലോട്ട് ചെയ്തു. ഇതാണ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നിട്ടുള്ള പ്ലം കേക്കൊക്കെ. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവരെ നാട്ടിലില്ലാത്ത സ്പൈസസും കൂടി ആഡ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ നാട്ടിലൊക്കെ നമ്മൾ ശരിക്കും ഈ പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിലൊന്നും ശരിക്കും ആ ഒതന്റിക് അന്ന് ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്കിലൊന്നും എന്തില്ല, ആൽക്കഹോൾ ഇല്ല. പിന്നെ നമ്മൾ ഓരോ ആളുകൾ അതിലോട്ട് എന്ത് ചെയ്ത് ഓരോന്ന് ഫ്യൂഷൻ ചെയ്ത് അതിലോട്ട് ആൽക്കഹോളൊക്കെ ആഡ് ചെയ്ത് ഇപ്പം നമ്മളവിടെ നാട്ടിൽ കിട്ടുന്ന പല പ്ലം കേക്കിലും ആൽക്കഹോളിക് ആയിട്ടുള്ള പ്ലം കേക്കാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്.